ഹായ്, നമസ്കാരം. ഹാൻസ് വിൻഗാർണർ സംവിധാനം ചെയ്ത 303 എന്ന മനോഹരമായ ഒരു ജർമ്മൻ മൂവിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രധാന കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നത് മേഴ്സഡസ് ഹൈമർ 303 എന്ന മോഡൽ ക്യാമ്പർ വാഹനത്തിലാണ്. ആ വണ്ടിയുടെ പേരാണ് ഈ സിനിമയ്ക്ക് ടൈറ്റിലായി വന്നിരിക്കുന്നത്. ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നിങ്ങനെ 5 രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിനിടെയാണ് 303 എന്ന ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. ബെർലിനിലെ 2 വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളായ 24 വയസ്സുള്ള ജൂൾ എന്ന പെൺകുട്ടിയും ജാൻ എന്ന ആൺകുട്ടിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. പോർച്ചുഗലിൽ ഉപരിപഠനം നടത്തുന്ന തന്റെ കാമുകനായ അലക്സിൽ നിന്നും ഗർഭം ധരിച്ചിരിക്കുകയാണ് ജൂൾ. അതറിഞ്ഞത് മുതൽ അവൾ അസ്വസ്ഥയാണ്. അലക്സിനെ പലവട്ടം ജൂൾ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. ജൂളിന്റെ അമ്മയാകട്ടെ അവളുടെ ഭാവിയെ കരുതി അബോർഷൻ നടത്താനായിട്ട് നിർബന്ധിക്കുകയാണ്. അലക്സിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് അമ്മയെ അറിയിച്ച ശേഷം തന്റെ സഹോദരന്റെ ഹൈമർ 303 ക്യാമ്പർ വാനിൽ ബെർലിനിൽ നിന്നും പോർച്ചുഗൽ വരെ നീളുന്ന സുദീർഘമായ ഒരു യാത്ര തുടങ്ങുകയാണ് ജൂൾ. അതേസമയം ജാൻ ആവട്ടെ തന്റെ ഇതുവരെ കാണാത്ത അച്ഛനെ കാണാൻ സ്പെയിനിലേക്ക് പോകാൻ തയ്യാറെടുക്കുക. താൻ ഇതുവരെ അച്ഛനാണെന്ന് കരുതിയിരുന്ന ആൾ തന്റെ യഥാർത്ഥ അച്ഛനല്ലെന്നും വളർത്തച്ഛൻ മാത്രമായിരുന്നെന്നും 17ാമത്തെ വയസ്സിലാണ് അവൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവന് 24 വയസ്സുണ്ട്. കോളേജിൽ വെക്കേഷൻ തുടങ്ങി. ഈ അവധിക്കാലത്ത് സ്പെയിനിൽ പോയി താൻ ഇതുവരെ കാണാത്ത അച്ഛനെ ഒന്ന് കാണാം എന്ന് കരുതിയിരിക്കുകയാണ് അവൻ. അവധിക്കാലമായതിനാൽ ഫ്ലൈറ്റ് ചാർജ് ഒക്കെ വളരെ കൂടിയതുകൊണ്ട് റോഡ് മാർഗം പോകാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അവിടെയും തടസ്സങ്ങളുണ്ടായി. ഓൺലൈൻ വഴി അവനൊരു ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ അവൻ എത്താനുള്ള സമയം വൈകിയതിനാൽ ആ ബസ് പോവുകയായിരുന്നു. നിരാശനായ ജാൻ തൊട്ടടുത്തുള്ള ഫ്യൂൽ സ്റ്റേഷനിൽ വരുന്ന വാഹനങ്ങളിൽ തന്നെ കൊളോൺ എന്ന സ്ഥലം വരെ എത്തിക്കാവോ എന്ന് പലരോടും ചോദിക്കുന്നു. എന്നാൽ പലരും പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിവാക്കുകയാണ്. അതേസമയം പോർച്ചുഗലിലേക്ക് പോകാനായി തൻ്റെ വാഹനത്തിൽ ഫ്യൂൽ നിറയ്ക്കാനായിട്ട് ജൂള് ആ ഫ്യൂൽ സ്റ്റേഷനിലെത്തി. ജൂളിനോട് അയാൾ തൻ്റെ ആവശ്യം അറിയിച്ചു. മടിച്ചിട്ടാണെങ്കിലും കൊളോൺ വരെ ഒപ്പം യാത്ര ചെയ്യാൻ ജൂള് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആ ക്യാമ്പർ വാനിൽ യാത്ര തുടങ്ങുകയാണ്. ബയോളജി വിദ്യാർത്ഥിയായ ജൂളും പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയായ ജാനും പരസ്പരം പരിചയപ്പെട്ടതിൻ്റെ ഭാഗമായി പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ജൂളുമായുള്ള സംസാരത്തിൽ നിന്നും ജൂളിന്റെ ബ്രദറിന്റെ വാഹനമാണിതെന്നും കുറച്ചു കാലം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തതാണെന്നും ജാൻ മനസ്സിലാക്കുന്നു. ജാനിന്റെ ചർച്ചാ വിഷയം ആത്മഹത്യയെക്കുറിച്ചായപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളിന്റെ മാനസികാവസ്ഥയെപ്പറ്റി സംസാരിച്ച് ഇരുവരും തമ്മിൽ തർക്കമായി. തർക്കം മൂർച്ഛിച്ച് ഒടുവിൽ ജാനിനെ വാഹനത്തിൽ നിന്നും വഴിയിലിറക്കി വിടുകയാണ് ജൂൾ. എന്നിട്ട് അവൾ വാഹനവുമായി യാത്ര തുടർന്നു. എന്നാൽ ജാനിന്റെ മൊബൈൽ ഫോൺ ജൂളിന്റെ വാഹനത്തിനുള്ളിൽ പെട്ടുപോയിരുന്നു. അവൾ വാഹനവുമായി പോയതിനു ശേഷമാണ് അവനത് മനസ്സിലാക്കിയത്. മറ്റൊരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയ ജാൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു. ദീർഘദൂരം വാഹനം ഓടിക്കുന്നവർ രാത്രി വിശ്രമിക്കാനായി നിർത്തുന്ന ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത ജൂളിന്റെ അടുത്തേക്ക് മറ്റൊരു ക്യാമ്പർ വാഹനത്തിലെത്തിയ ഒരാൾ അപമര്യാദയെ പെരുമാറി. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു ട്രക്കിൽ വന്നിറങ്ങിയ ജാൻ അയാളിൽ നിന്നും ജൂണിനെ രക്ഷിക്കാൻ. ജാനിനെ വഴിയിൽ ഇറക്കി വിട്ടതിൽ അവൾക്ക് ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നു. തന്നോട് ദേഷ്യമില്ലെങ്കിൽ ഒരുമിച്ച് യാത്ര പോകാമെന്ന് ജൂള് ജാനിനോട് പറയാണ്. ക്ഷണം സ്വീകരിച്ച് ജാൻ ജൂണിനോടൊപ്പം വീണ്ടും യാത്ര തുടർന്നു. കൊളോണിൽ ഇറങ്ങി സ്പെയിനിലേക്ക് ബസ്സിൽ പോകാനായിരുന്നു ജാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ താൻ പോർച്ചുഗൽ വരെ ഉണ്ടെന്നും പോകുന്ന വഴിക്ക് ജാനിനെ സ്പെയിനിൽ ഇറക്കാമെന്നും ജൂള് ഉറപ്പു കൊടുക്കുന്നു. ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ 5 രാജ്യങ്ങളിൽ കൂടിയുള്ള അവരുടെ യാത്ര വളരെ മനോഹരമായിട്ടാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരെ പറ്റിയും അവരുടെ വികാര വിചാരങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ ഇരുവരുടെയും കാഴ്ചപ്പാടുകൾ ആ യാത്രയിൽ അവർ പങ്കുവെക്കുന്നു. സ്പെയിൻ മുതൽ പോർച്ചുഗൽ വരെയുള്ള പിന്നീടുള്ള അവരുടെ യാത്രയിൽ അവർ പോലും അറിയാതെ ഇരുവരുടെയും ജീവിതം മാറി മറിയുകയാണ്. മനോഹരമായ യൂറോപ്യൻ കാഴ്ചകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ലൊരു ഫീൽ ഈ സിനിമയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. 2 പേർ മാത്രം പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഒരു നിമിഷം പോലും കാഴ്ചക്കാരനെ ബോറടിപ്പിക്കാതെ ആ യാത്രയ്ക്കൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ശക്തമായ തിരക്കഥയുടെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാല എം ഡെ, ആൻഡൺ സ്പൈക്കർ എന്നിവരുടെ പ്രകടനങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റോഡ് മൂവി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് 303. സിനിമ കാണേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നല്ല സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.